ഇത്രയും കാലം നമ്മൾ മര്യാദക്കൊന്നും ജീവിച്ചിട്ട് പോലുമില്ല. ഈ നാട്ടുകാരുടെ കുടുംബക്കാരുടെ മുന്നിലേ നമുക്ക് അന്തസ്സായിട്ട് നിൽക്കണം. അതിന് പൈസ തന്നെ വേണം. പേടിയാകാണെങ്കിൽ നിന്റെ വീട്ടിൽ പൊക്കട്ടോ. ആ ശമ്പളം ഇല്ല വേണ്ടേ, അങ്ങനെ ഭക്ഷണം കഴിക്കാതിരിക്കണ്ട. ആരോഗ്യമില്ലെങ്കിൽ കഴിഞ്ഞു. പിന്നെ മോളെ, നീ ആ സുശീലിന്റെ മകന്റെ ബൈക്ക് കൊണ്ടാ പണിക്ക് പോണെന്നോ നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ സംഭവം ഉണ്ടെന്നൊക്കെ ആ നാട്ടുകാർ ഓരോന്ന് പറയണ്ടായിരുന്നു. നാട്ടുകാരുടെ വായല്ലേ, നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. നീ ഒന്ന് സൂക്ഷിക്കണം, നല്ലതാട്ടോ. 4 മാസം കൂടെ നിനക്ക് സമയം തരും. അതിന്റെ ഉള്ളിൽ ഞങ്ങളുടെ മുതലും പലിശ തന്നില്ലെങ്കിൽ ഈ വീട് ഞാൻ സ്വന്തമാക്കും. ഒരുത്തൻ എന്നോട് ചോദിക്കില്ല. പോലീസ് ഇനി ഞങ്ങളുടെ വീട്ടിലേക്ക് വരില്ല. നിനക്കറിയാലടി. വണ്ടി കുഴപ്പമൊന്നുമില്ല ചേച്ചി, നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. ആട്ടെ, ഇത് ഏത് വർഷമാ? 2020 ഇതിപ്പോ 5 വർഷമായിട്ടുള്ളന്നാ പറഞ്ഞത്. കൊറേ നോക്കി, എന്നിട്ടാ ഒന്ന് സെറ്റ് ആയത്. എന്തായാലും അധികം കിലോമീറ്റർ ഒന്നും ഓടിയിട്ടില്ല. എന്തിനാ ചേച്ചി ഇതൊക്കെ എടുക്കാൻ പോയത്? അതന്നെ ഓടിക്കായിരുന്നില്ലേ? ഞാനാണെങ്കിൽ അത് എടുക്കുക പോലും ഇല്ല. അത് സാരില്ല മോനെ, എപ്പോഴാണെങ്കിലും ഒന്ന് വേണ്ടേ. പിന്നെ എനിക്കിപ്പോ അത്യാവശ്യം ഓട്ടോ ഒക്കെ ഉണ്ട്. ആ പിന്നെ ഏട്ടന് ഇപ്പൊ ജോലിയൊക്കെ എങ്ങനെയുണ്ട്? മെച്ചപ്പെട്ടോ? ആ ഏട്ടൻ ഇപ്പൊ പുതിയ കമ്പനിയിലേക്ക് മാറിയിട്ട് 5-6 മാസമായി. അത്യാവശ്യം ശമ്പളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും കഷ്ടപ്പെട്ടതിന് നല്ല ഫലം ഉണ്ടായല്ലോ. അന്ന് ശമ്പളം കുറവാണ് പറഞ്ഞിട്ട് തിരിച്ചു വന്നാണെങ്കിൽ ഇപ്പൊ പെട്ടുപോയിട്ടുണ്ടായില്ലേ ചേച്ചി? ആദ്യത്തെ ഒരു 5-8 മാസം നല്ല കഷ്ടമൊക്കെ ആയിരുന്നു. ശമ്പളവും കാര്യങ്ങളൊക്കെ കുറവായിട്ടേ ഏട്ടനടക്കം തിരിച്ചു വരാൻ നിന്നതാ. അപ്പൊ ഞാനാ പറഞ്ഞത് എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കുന്ന്. എന്തായാലും ഇപ്പൊ നല്ല മാറ്റമുണ്ട് മോനെ. ആദ്യം പോകുന്ന സമയത്ത് ഭാസ്കരേട്ടനെ കുറച്ച് പലിശക്ക് കടം വാങ്ങിച്ചിട്ടൊക്കെയാ പോയത്. അതിപ്പോ തിരിച്ചടച്ചു. പിന്നെ ഏട്ടൻ അവിടെ തന്നെ ഒരു മെഷീൻ എനിക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോ അത്യാവശ്യം തുന്നൊക്കെ ചെയ്യേ. നമ്മുടെ ചിത്രാനഗറിലുള്ള ചേച്ചിമാരൊക്കെ ഇവിടെ കൊണ്ടു തരുന്നുണ്ട് തുണികള്. അങ്ങനെ ഇപ്പൊ കുഴപ്പമില്ലാണ്ട് പോകുന്നു. അതെന്തായാലും നന്നായി ചേച്ചി. ഏട്ടൻ പോയിട്ട് ഇപ്പൊ 1-1.5 വർഷമായില്ലേ? ഈ അടുത്തെങ്ങാനും വരുന്നുണ്ടോ? ആ വരുന്നുണ്ട്. ഏട്ടന്റെ കമ്പനി ഇപ്പൊ ഖത്തറിലേക്ക് ഷിഫ്റ്റ് ആവാണത്രേ. അപ്പൊ അതിന്റെ കുറച്ച് ദിവസം ലീവ് ഉണ്ട്. പിന്നെ തിരിച്ചു പോയിട്ട് അവിടെ ഒന്ന് സെറ്റ് ആയതിനു ശേഷം ഞങ്ങൾ രണ്ടാളെയും കൊണ്ടുപോകും. എന്തായാലും നന്നായി ചേച്ചി. ഞാനെന്നാ പോയിട്ട് വരാം. അമ്മ, നമ്മളുടെ വീട്ടിൽ കാറ് വന്നു. താരങ്ങോട്ട് വരുന്ന ഏട്ടാ കേട്ടിപ്പോയോ? ഒരു സർപ്രൈസ് തരണം മനസ്സിരുന്നല്ലോ. കുഞ്ഞുസി സുഖലടോ. കാറ് ഞാൻ വാടകയ്ക്ക് എടുത്ത. എന്തായാലും 1 മാസം നാട്ടിലുണ്ടാവും. അവര് എയർപോർട്ടിൽ കൊണ്ടുവന്ന നമ്മുടെ കാറാ? നമ്മുടെ കാറിലെ വാടകയ്ക്ക് എടുത്ത. എന്തായാലും നമുക്ക് ഇതുപോലത്തെ ഒരു കാർ എടുക്കാം കേട്ടോ. വല്ലാത്ത സർപ്രൈസ് ആയി പോയി. മാറ്റമുണ്ട് എനിക്ക്. പിന്നില്ലാണ്ട് നല്ല ഭംഗിയായി. എപ്പോഴെത്തിയത് ഒന്നും പറയായിരുന്നില്ലേ? പറഞ്ഞ പിന്നെ എന്ത് സർപ്രൈസ് ആണത്? ഇനി നമുക്ക് അടിച്ചു പൊളിക്കണ്ടേ? ചോൻ പറഞ്ഞ പോലെ നമുക്ക് അടിച്ചു പൊളിച്ച് സട്ടി പടക്കാം കേട്ടോ. പെട്ടെന്ന് കാറ് വന്ന് പാനൊന്നും മനസ്സിലായില്ല അല്ലേ ഞാൻ? അച്ഛ പോട്ടെ, ഒരു ചായ എടുക്ക. ഞാൻ ലഗേജ് ഒക്കെ എടുക്കട്ടെ. ചോയ പപ്പ എന്തൊക്കെ മേടിച്ചെന്നറിയോ? കുറെ സാധനം മേടിച്ചിട്ടുണ്ട്. എന്തൊക്കെയാ കേട്ടോ? മേടിച്ചെന്നറിയോ? ഇത് മുഴുവൻ എന്റെ സ്വത്തിനാ. ഇത് മാത്രല്ല കേട്ടോ, കാറിൽ കുറെ ഉണ്ട്. അവിടെ കണ്ടോ? അതൊക്കെ എന്റെ ന്യൂസാ. ഒക്കെ എടുത്തരാ കേട്ടോ. നിനക്കുണ്ടടി കുറെ. ഇതൊക്കെ എന്താ ഉണ്ട്? ഈ പെർഫ്യൂമും ഡ്രസ്സും എല്ലാം ഉണ്ട് കേട്ടോ. ജീവിക്കണ്ട കുഞ്ഞീസേ. ഇനിയാണ് നമ്മൾ ജീവിതം തുടങ്ങുന്നുണ്ട്. പിടിച്ച് പൊളിക്കടാ. ഒരു ചായ സന്തോഷമായില്ലേ സ്വത്തിന്? ആ മോനെ, ഇന്നലെ വൈകിട്ട് 5:40 എത്തിയില്ലേ? ഇതാര്? അല്ല, വൈകുന്നേരം വന്നത്. പക്ഷെ 5:40 ആണെന്നേ. അത് ചേച്ചി ഉറപ്പായിട്ടായിരുന്നത്. അല്ലതിപ്പോ ഞാൻ വന്നത് നിങ്ങൾ എങ്ങനെ അറിഞ്ഞേ? ഓ, അത് പിന്നെ സാരിലേച്ച് അറിയാണ്ടിരിക്കോ മോനെ?
അല്ലേടാ അവിടെ പോയിട്ട് വല്ല മെച്ചമുണ്ടാ? ഓ എന്നാ മെച്ചം ചേച്ചി, ഇങ്ങനെ തട്ടിമുട്ടി പോന്നു, അല്ലാണ്ട് ഇപ്പൊ എന്ത് പറയാനാ. നല്ല പൈസ ഉണ്ടാക്കിട്ട് ചെക്കൻ്റെ വർത്താനം നോക്ക്. എടാ മോനെ, ഇത് ഇന്നലെ നിന്നെ ആക്കാൻ വന്ന വണ്ടിയല്ലേ? ഇത് ഇത്ര നേരമായിട്ട് പോയില്ല? ഇത് എന്നെ ആക്കാൻ വേണ്ടി കൊണ്ടുവന്ന വണ്ടിയല്ലേ ചേച്ചി? ഇതേ ഞാനങ്ങ് വാങ്ങിയതാ. നീ വാങ്ങിച്ചോ? എടാ സന്ധ്യയല്ലേ പറഞ്ഞത് 5-8 മാസം ഭയങ്കര കഷ്ടപ്പാടാണ്, 10-15 രൂപയ്ക്ക് സാലറി ഉള്ളൂന്ന്. അപ്പോഴേക്കും ഇതൊക്കെ വാങ്ങിക്കാനുള്ളതൊക്കെ ആയോ നിനക്ക്? ഇത് കാണുമ്പോ ഒരു 10-15 ലക്ഷം ഉള്ള പോലെ ഉണ്ടല്ലോ. അയ്യോ 15 ചേച്ചി, ഫുൾ ഓപ്ഷൻ ആണ്. അപ്പൊ എല്ലാം കൂടി ഇറക്കുമ്പോൾ 20 അടുത്തായി. പിന്നെ രക്ഷപ്പെടാൻ അങ്ങനെ സമയമൊന്നും വേണ്ടല്ലേ ചേച്ചി, പെട്ടെന്നെല്ലാം പെട്ടെന്നായതാ, ഒന്നും നോക്കിയില്ല, ഒന്നങ്ങ് എടുത്തതാ. എന്നാലും കണ്ണടച്ച് തുറക്കുമ്പോഴത്തേക്കല്ലേടാ മോനെ നിന്റെ വളർച്ച. സാരലേച്ചിക്ക് നല്ല സന്തോഷമായിട്ടാ. അല്ല അവളും കുഞ്ഞും ഇല്ല ഇവിടെ? ഇല്ല ചേച്ചി, കുഞ്ഞിനെ നമ്മള് ഒരു വലിയൊരു സ്കൂളിൽ ചേർത്തിണ്ടേ, അപ്പൊ അതിന്റെ കാര്യത്തിനായി പോയതാ. എനിക്കും പോകണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഒരു ബിസിനസ് കോളിലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നാ. പിന്നെ മോനെ, ചേച്ചി ഒരു കാര്യം പറഞ്ഞാലേ നീ ചാടിക്കറി പ്രതികരിക്കൊന്നും ചെയ്യല്ലേ. എന്ത് കാര്യം? മോൻ ഇന്നലെ വന്നല്ലുള്ളൂ, ചിലപ്പോ നാട്ടിലൊക്കെ അറിഞ്ഞ ആരെങ്കിലും ഒക്കെ ഇത് പറഞ്ഞാലേ മോനത് വിഷമാവും. അത് വേണ്ടല്ലോ പറഞ്ഞിട്ടാ ചേച്ചി നേരിട്ട് വന്ന് പറയാൻ വന്നത്. നിങ്ങൾ വളച്ചേട്ടാണ് കാര്യം എന്താ പറയാ ചേച്ചി? ഇതിപ്പോ നീ മാത്രം അറിയാനുള്ളൂ, നാട് മുഴുവൻ തന്നെയാ പാടി നടക്കണ്. മോൻ ഗൾഫിൽ പോയ സമയത്തെ നമ്മുടെ തെക്കേ സുശീലിന്റെ മോനില്ലേ, ആ സന്ദീപ്, അവനാണ് ഇവൾക്ക് വണ്ടി കൊടുത്തുവെന്നോ ഇവര് തമ്മില് ഒക്കെ ഉണ്ടെന്നൊക്കെ നമ്മുടെ പറമ്പിൽ പണിക്കാരും നാട്ടിലെല്ലാവരും തന്നെയാണ് പറഞ്ഞു നടക്കുന്നത്. ഇത് ചേച്ചി നിങ്ങൾ അറിയാണ്ട് ഓരോ കാര്യം പറയാൻ നിൽക്കല്ലേ. അയ്യോ മോനെ, ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ആരെങ്കിലും വെറുതെ പറയോടാ? നീ എനിക്ക് മോനെ പോലെയല്ലേ, നിന്റെ ജീവിതം അങ്ങനെ ഇങ്ങനെ ആയാ അത് ചേച്ചിക്ക് സഹിക്കാൻ പറ്റുമോ? അതുകൊണ്ട് മാത്രമാ പറഞ്ഞത്. പിന്നെ മോനൊന്ന് സൂക്ഷിച്ചാ മതി. അത് ശരി, ഞാനിവിടെ പൊരി വെയിലത്ത് കിടന്നിട്ട് കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുമ്പോ ഇവിടെ കിടന്ന് എന്നെ ചതിക്കായിരുന്നു അല്ലേ? അത് അങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ ചേച്ചി. പിന്നല്ലാണ്ട് നീ ആ വെയിലത്തും പൊടിയിലും രാവും പകലും ഇല്ലാണ്ട് കുടുംബത്തിന് വേണ്ടി പാരി കൂട്ടുമ്പോഴേ അവൾ ഇവിടെ കിടന്ന് ചെയ്യണത് ശരിയുള്ള കാര്യാ? പറഞ്ഞിട്ട് കാര്യമില്ലടാ, പെണ്ണല്ലേ, ഭർത്താവ് ഇങ്ങനെ വിട്ടു നിൽക്കുമ്പോ പലതും തോന്നിന്നൊക്കെ വരും. ഇനിയിപ്പോ എല്ലാവരും വിളിച്ചുകൂട്ടി പറഞ്ഞ് വലിയ പ്രശ്നമൊന്നും ആക്കാൻ പറ്റില്ലല്ലോ, അത്രയും നാറ്റ കേസല്ലേ. ഒരു കാര്യം ചെയ്, എന്തായാലും തീർക്കാനും പറ്റില്ല, കുഞ്ഞൊക്കെ ഉള്ളതല്ലേ. അവിടെ എത്ര വലിയ ശമ്പളം ഉണ്ട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, കുടുംബമായിരിക്കും തകരുക. നീ അവിടെ നിർത്തിയിട്ടേ നാട്ടിൽ വന്ന് സെറ്റാകുക, അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. ഇനി എന്തായാലും ഞാൻ പോകുന്നില്ല ചേച്ചി, അവിടെ കിടന്ന് ഞാൻ ആർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത്? നിർത്തി, ഇന്നത്തോടെ നിർത്തി. അതന്നെയാടാ മോനെ നല്ലത്. കുടുംബത്തിന് മനസ്സമാധാനം ഇല്ലാണ്ടേ അവിടെയും ഇവിടെയൊക്കെ പോയിട്ട് വാരി കൂട്ടിട്ട് വല്ല കാര്യണ്ടാ? നീ നിർത്തിക്കോ. പിന്നെ നാട്ടിലാണെങ്കിൽ കെട്ടിന്റെ വാർപ്പിന്റെ ഒക്കെ പണിക്ക് 7 മണിക്ക് പോയി കഴിഞ്ഞാൽ 2 മണിയാകുമ്പോഴേക്കും വീടെത്താൻ പറ്റില്ലേ? നിനക്ക് അവളുടെ കൂടെ സുഖമായിട്ട് ജീവിക്കാനും പറ്റും. അതല്ലേ നമുക്ക് വേണ്ടത്. ഞാൻ കാറും മേടിച്ച് കുടുങ്ങിപ്പോയല്ലേ ചേച്ചി? എന്ത് കുടുങ്ങിപ്പോയി നടാ ഈ പറയുന്നത്? കാറല്ലേ, വിൽക്കാലോ, എപ്പ വിറ്റാലും നല്ല പൈസ കിട്ടും. ഇനിയിപ്പോ ഒരു 5-6 ലക്ഷം കുറഞ്ഞാലും കുഴപ്പമില്ല, ബാക്കിയുള്ളതിനെ നീ ബാങ്കിലിട്. അപ്പൊ എന്റെ ഗൾഫിൽ ആ നല്ല ജോലി ഉപേക്ഷിച്ച് ഈ കാറും വിറ്റിട്ട് വീണ്ടും പഴയ ജീവിതത്തിലേക്ക് കടക്കണം എന്നാണ് ഇപ്പൊ ചേച്ചി പറഞ്ഞു വരുന്നില്ലേ? ആ മോനെ, അതല്ലേ നല്ലത്. അല്ല, ഞാൻ ഒരു കാര്യം ആലോചിക്കാനേ, നിങ്ങൾക്ക് കുറച്ചെങ്കിലും നാണവും മാനവും ഉണ്ടെങ്കിലേ രാവിലെ തന്നെ മറ്റുള്ളവന്റെ വീട്ടിലേക്ക് ഇങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വരുമോ തള്ളേ? നിങ്ങളുടെ പ്രായം ആലോചിച്ചിട്ട് മാത്രമാണ്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ആയിരിക്കില്ല നിങ്ങളോട് പെരുമാറാ. എടാ മോനെ, ഞാൻ നിന്റെ നല്ലതിന് വേണ്ടിട്ടല്ലേ. കൊല്ലതിന് പറട്ട തള്ളേ. നിങ്ങളുടെ കുടുംബത്തിൽ പറയാൻ പറ്റിയ എന്തെങ്കിലും നല്ല കാര്യം ഉണ്ടാ? നിങ്ങളുടെ മോള് ആ പഠിക്കാൻ വിട്ട സമയത്ത് ഏതോ ഒരു സെക്കൻഡ് ഒളിച്ചോടിപ്പോയതല്ലേ? നിങ്ങളുടെ മകന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. അതൊന്നും നോക്കാണ്ട് എന്തിനീ മറ്റുള്ളവരുടെ കുടുംബത്തിൽ എന്ത് നടക്കുന്നു ഏത് നടക്കുന്ന എത്തി നോക്കാൻ നിൽക്കുന്നത്? അല്ല, ഈ ഭാര്യയും ഭർത്താവും കുറെ കാലമായിട്ട് വിട്ടുന്ന എന്ത് സംഭവിക്കുന്ന പറഞ്ഞേ? അല്ല തള്ളേ, ഈ പ്രവാസികളുടെ ഭാര്യമാരെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി പറഞ്ഞാ? ഒരു പ്രവാസി അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നതിൽ 100 ഇരട്ടിയെ ഓരോ പ്രവാസികളുടെ ഭാര്യമാർ ഇവിടെ കിടന്ന് അനുഭവിക്കുന്നുണ്ട്. അതെങ്ങനെയാ? നിങ്ങളെപ്പോലെ ഒരു ഏഷണികളുണ്ടല്ലോ, വായിലെ നാവുണ്ട് പറഞ്ഞിട്ടേ അത് മറ്റുള്ളവരുടെ കുടുംബത്തെ പിരിപ്പിക്കാൻ നോക്കിയുണ്ടല്ലോ, അടിച്ച് പഞ്ഞ കഴിക്കും. ചെക്കനെ കൊല്ലാൻ വരുന്നേ.
ശകുനി തള്ള രാവിലെ തന്നെ കുടുംബം പിരിപ്പിക്കാൻ ഇറങ്ങിയതാ. ഇത്ര കാലം ഗതിയിലാണ്ട് ഇവിടെ ഇരുന്നതാ. അന്നേരം ആർക്കും ഒരു കുഴപ്പമില്ല. ഒന്ന് നന്നാന്ന് കണ്ട ഈ നാട്ടുകാർക്ക് സഹിച്ചുകൂടാ. കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇതിന്റെ ഒക്കെ മുന്നിൽ. ഏട്ടാ ഏട്ടാ വാട്ടാ കേറിയിരിക്കേ. ഇല്ല മോളെ, ഈ വഴിക്ക് പോയപ്പോഴേ ഒന്നും ഇവിടെ കയറിയെന്നുള്ളൂ. ലവനില്ല ഇവിടെ. ആ ഇവിടെ അകത്തുണ്ട്. ആ ഏട്ടാ ഇല്ലേടാ, വന്നിട്ട് ഇപ്പൊ ഒരാഴ്ച കഴിഞ്ഞില്ലേ? എന്താ നിങ്ങൾ രണ്ടാളും കൂടി ഒന്നും അങ്ങോട്ട് വീട്ടിലേക്ക് വരാത്ത? അയ്യോ ഏട്ടാ, ഫുള്ള് തിരക്കിൽ പെട്ടുപോയി. ഞങ്ങള് വന്നതിന്റെ പിറ്റേന്ന് തന്നെ രാത്രി ആലപ്പുഴയിലൊന്ന് പോയിട്ടുണ്ടായിരുന്നു. അവിടെ 3 ദിവസം സ്റ്റേ ചെയ്തിട്ട് പിന്നെ വരുന്ന വഴിക്ക് എറണാകുളത്ത് 2 ദിവസം നിന്നു. ഇതാ ഇന്നലെ രാത്രി എത്തിയേ. ആ ആ ആ ആ അല്ല, ഇനിയിപ്പോ കൊറേ ദിവസം ലീവ് ഉണ്ടാ? ഇല്ല, ഇനിയൊരു 20 ദിവസം കൂടി ബാക്കിയുള്ളൂ. പിന്നെ ഖത്തറിൽ ഞങ്ങളുടെ പുതിയൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നേരെ അങ്ങോട്ടാ. ഖത്തർ അല്ലേ? ആ പിന്നെ ആരൊക്കെയോ പറയുന്ന കേട്ടു നീ അത് സ്വന്തമായിട്ട് വാങ്ങിയ കാറാണെന്ന്. ആണാ? അല്ല, അത് ഞാൻ അവരോട്. ആ അത് സാരല്ലേച്ചി പറഞ്ഞിട്ടുണ്ടാകും. ഇതിനേട്ടാ 25 ലക്ഷമായി അല്ലേ? ആ നല്ല കാറ്. പിന്നെ നമ്മുടെ രേവതിന്റെ കല്യാണത്തിന് നിങ്ങളൊന്നും വിളിക്കാത്തോണ്ട് ഒന്നും വിചാരിക്കല്ലേ. ആ പെണ്ണ് ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഒരു ചെക്കനൊരു പ്രേമിച്ചതാ. അപ്പൊ വീട്ടിൽ വന്ന് പറഞ്ഞപ്പോ സമ്മതിക്കാണ്ടിരിക്കാനും പറ്റില്ലല്ലോ. ഇപ്പോഴത്തെ പിള്ളേരല്ലേ, നമ്മുടെ ജാതിയൊന്നും അല്ലടാ. അപ്പൊ അങ്ങ് ചുരുക്കി കഴിച്ചതാണ്. അതുകൊണ്ടാണ്. വേറൊന്നും വിചാരിക്കല്ലേ. അത് ഞങ്ങക്ക് മനസ്സിലാക്കാൻ പറ്റും ഏട്ടാ. പിന്നെ ഇപ്പൊ ജോലി ശമ്പളമൊക്കെ ആയ സ്ഥിതിക്ക് ആ ഓടൊക്കെ അങ്ങ് മാറ്റണ്ടേ? കുറെ പൊട്ടിയിട്ടുണ്ടല്ലോ. നീ ഒരു കാര്യം ചെയ്യ്, വീട്ടില് കുറെ പഴയ ഓടുണ്ട്, അത് കൊണ്ടുവന്നിട്ട് പെയിന്റ് അടിച്ചിട്ട് അതിന്റെ മുകളിൽ കയറ്റി. എന്തായാലും അത് അവിടെ കിടന്നിട്ട് വെറുതെ നശിച്ചു പോവാ. അയ്യോ അതൊന്നും വേണ്ട ഏട്ടാ. ഇനിയിപ്പോ ഈ പഴയ ഓടൊക്കെ മാറ്റിയിട്ട് ഇവിടെ നമ്മൾ ഇരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ ചെറിയ റൂമും കാര്യങ്ങളൊക്കെ അല്ലേ. ടൗണില് കുറച്ച് സെന്റ് സ്ഥലവും അതിലൊരു വീടുമായിട്ട് നമ്മൾ വാങ്ങിക്കാനുള്ള ഒരു പ്ലാനാണേ. 60 ഇപ്പൊ അവര് ചോദിക്കുന്നത്. ഒരു 50-55 കിട്ടും. അപ്പൊ ഈ വീടാ? ഇതിപ്പോ എന്താക്കാനാ, മേലത്തെ ഓടൊക്കെ മാറ്റിയിട്ടേ ഒന്ന് വാർക്കണം. പിന്നെ വാടകയ്ക്ക് കൊടുക്കാലോ. ചെറിയൊരു വരുമാനം കിട്ടിയാ അതും കൂടി നമുക്ക് ആയില്ലേ. നല്ലത്. ആ പിന്നെ ഏട്ടൻ ഇപ്പൊ വന്നതെന്താ വെച്ചാ, നമ്മുടെ രാഹുലേ അവനൊരു കഴിഞ്ഞ മാസം ഒരു പെണ്ണിനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു ഒറ്റപ്പാലത്ത്. അപ്പൊ രണ്ടാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമായി. അപ്പൊ ഈ ഞായറാഴ്ച അവന്റെ എൻഗേജ്മെന്റ് ആണ്. ഇന്നലെയാണ് ഡേറ്റ് കിട്ടി കേട്ടോ. അപ്പൊ ഏട്ടൻ ഇതാ നിങ്ങളോട് പറയാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പൊ ഞായറാഴ്ച രണ്ടാളും അങ്ങോട്ട് വരണം. അയ്യോ ഈ ഞായറാഴ്ചയോ? ഏട്ടാ നമുക്ക് തൃശ്ശൂര് പോവാനുള്ളതല്ലേ? ഇല്ല, അത് നമുക്ക് വേറൊരു ദിവസം പോവാം. ഞങ്ങൾ ഉണ്ടാവട്ടെ. പിന്നെ രാഹുലേ പ്രത്യേകം പറഞ്ഞയച്ചതാ. അന്ന് നമ്മൾ എൻഗേജ്മെന്റിന് അങ്ങോട്ട് പോകുമ്പോഴേ വീട്ടിലൊരു പഴയ ഒരു ഓൾട്ടോ കാറല്ലേ ചെറുത്. അപ്പോൾ ഈ കാർ എടുക്കുകയാണെങ്കിലേ ചെക്കനും നമുക്ക് കയ്യിലങ്ങ് പോവാലോ. അതൊരു അന്തസ്സല്ലേ. ബുദ്ധിമുട്ടാവുമോ? അതായിട്ട് അങ്ങനെ വയ്ക്കുന്നത്. നമ്മുടെ അരുണല്ലേ, നമുക്കിതിൽ പോവാം. എന്നാ പിന്നെ ഏട്ടൻ പോട്ടെ മോനെ. ശരി ഏട്ടാ. ശരി മോളെ. ശരി. അല്ലടോ, നീ മൂപ്പരോട് എന്തൊക്കെയാ പറഞ്ഞേ? നിങ്ങളുടെ വലിയച്ഛന്റെ മോനല്ലേ, നിങ്ങൾ സ്വന്തം ഏട്ടനായിട്ടാ കാണുന്നത്. മൂപ്പർ എന്താ പറഞ്ഞത്? കുറഞ്ഞ ചെലവിലാണ് മോളുടെ കല്യാണം നടത്തിയെന്ന്. ആ ക്ലബ് 6 വെച്ചിട്ട് ഈ നാട്ടുകാർ മുഴുവൻ വിളിച്ചിട്ട് എത്ര ആർഭാടമായിട്ട് നടത്തിയെന്ന് അറിയോ? എല്ലാവരും വിളിക്കുകയും ചെയ്തു. അപ്പോഴൊക്കെ നമ്മളെ കണ്ണിന് കണ്ടുകൂടാ. ഇപ്പൊ നല്ല പൈസയായി പറഞ്ഞപ്പോ, അന്ന് നിങ്ങൾ ഗൾഫ് നിർത്തി വരികയാണ് പറഞ്ഞപ്പോഴേ എന്തൊക്കെയാ അച്ഛനും മക്കളും പറഞ്ഞുണ്ടാക്കിയെന്ന് അറിയോ? ഭയങ്കര സന്തോഷം കാര്യമൊക്കെ ആയിരുന്നു. ഇപ്പൊ 4 കാശ് കയ്യിൽ കിട്ടിയപ്പോ നൈസിൽ കൂടാൻ വരിക. അല്ല ഏട്ടാ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങക്ക് ശരിക്കും അവിടെ എന്തായിരുന്നു ജോലി? കുറഞ്ഞ മാസം കൊണ്ട് ഇത്രയും റിച്ച് ആയില്ലേ? ഞാൻ അവിടെ കട്ടാൻ പോയൊന്നുമല്ലേ, അവിടെ ലിഫ്റ്റിംഗ് കമ്പനിയിലാണ്. 6-7 മാസം വളരെ കഷ്ടപ്പാടായിരുന്നു. പണി പഠിച്ചെടുത്തപ്പോഴേ നല്ല ശമ്പളം. ഇനി ഖത്തറിൽ പോയാ ഒരു 2-3 ലക്ഷം ശമ്പളം ഉണ്ടാവും. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? കുറഞ്ഞു പോയെന്നാ തോന്നുന്നത്. നമ്മൾ റിച്ച് ആവാൻ പോ മുത്തേ. ഹാപ്പി